മാലുഹു വമാ കസബ്, സമ്പത്ത് ഉപകരിക്കില്ല, സമ്പാദ്യവും ഉപകരിക്കില്ല. അതേ അബൂലഹബിന് ഏറ്റവും വലിയ ക്ഷീണം വന്നത് ബദർ നടന്ന ശേഷമാണ്. ബദർ കഴിഞ്ഞപ്പോൾ അബൂ സുഫിയാനും കൂട്ടരുമൊക്കെ കഅബന്റെ പരിസരത്തിരുന്നു കൊണ്ട് ചർച്ച ചെയ്യുന്നു. നമ്മുടെ നേതാക്കൾ എത്ര പെട്ടെന്നാണ് പോയത്. അബൂജഹൽ പോയി, ഉത്ബ പോയി, ഷൈബ പോയി, ഉമയ്യത്ത് പോയി, വലീദ് പോയി. ഈ തിണ്ണയിലിരിക്കുന്ന നേതാക്കളൊന്നും ഇപ്പൊ ഇല്ലല്ലോ. ചുരുക്കം ചില ആളുകൾ, കുറഞ്ഞ ആളുകൾ മാത്രമുണ്ട്. പിറ്റേ സാധാരണ രാവിലെ ആയാൽ ഒരു 10-25 ഇരുന്നിട്ട് അങ്ങനെ സൊറ പറയുന്ന തിണ്ണയില് ഇപ്പൊ നേതാക്കൾ പലരെയും കാണാനില്ല. എത്ര പെട്ടെന്നാണ് അവരൊക്കെ പെട്ടെന്ന് മരണപ്പെട്ടു പോയത്. ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോ ബദറിൽ ഖുറൈശി പക്ഷത്ത് പങ്കെടുത്ത ഒരാൾ പറഞ്ഞു, ആരാണ് വന്ന് വെട്ടിയത് എന്ന് പിടുത്തല്ല. ഒരു കറുപ്പും വെളുപ്പും പുള്ളിയൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട് മുന്നിൽ. അപ്പോഴേക്ക് ആളുകൾ വീഴുന്നുണ്ട്, വെട്ടുകൊണ്ട് വീഴുന്നുണ്ട്. നേർക്ക് നേരെ ഒരു ശരീരത്തിൻ്റെ രൂപമല്ല, ഒരു കറുപ്പും വെളുപ്പും കുറേ പുള്ളിയും നിറങ്ങളൊക്കെ. ഇതിങ്ങനെ പറഞ്ഞപ്പോ അവിടെ അടിച്ചു വാരിക്കൊണ്ടിരിക്കുന്നുണ്ട് അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടിമ അബൂ റാഫി എന്ന് പറയുന്നൊരു പാവപ്പെട്ട അടിമ, ഒരു സ്കെൽറ്റായ അടിമണ്ട്. ആ അടിമ അവിടെ ഇങ്ങനെ കാബന്റെ ചുറ്റുഭാഗത്തും ഇങ്ങനെ അടിച്ചു വാരിക്കൊണ്ടിരിക്കുകയാണ്. ഈ കറുപ്പും വെളുപ്പും പുള്ളിയൊക്കെ പറഞ്ഞപ്പോ അബൂ റാഫി പറഞ്ഞു, തിൽക്കൽ മലായിക്ക, അത് മലക്കുകളാണ് എന്ന് പറഞ്ഞു. മലക്കുകളാണ് നിങ്ങളെ വന്ന് ശരിയാക്കിയത് എന്ന് പറഞ്ഞപ്പോ ദേഷ്യത്തോടെ അബൂലഹബ് അവിടുന്ന് ഇങ്ങോട്ട് എണീറ്റ് അബൂ റാഫീനെ ഒരൊറ്റ അടി കൊടുത്തു. ഒരു സ്കെൽറ്റായ അടിമയാണ്, ഒരൊറ്റ അടിയിൽ തന്നെ താഴെ വീണു. വീണെടുത്ത് വെച്ച് അബൂ റാഫി ആ മനുഷ്യന്റെ ശരീരത്തിൽ, അബൂ റാഫീന്റെ ശരീരത്തിൽ അബൂലഹബ് പിടിച്ച് ആക്രമിക്കുകയാണ്, വേദനിപ്പിക്കുകയാണ്. ഇത് കണ്ടപ്പോ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ഉമ്മുൽ ഫദ്ൽ ബീവി വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നു. അബൂലഹബ് വലിയ നേതാവാണ്, ഗോത്രത്തലവനാണ്. പക്ഷെ ബദറിലേക്ക് അബൂലഹബ് പോയിട്ടില്ല, പേടിന്റെ ഊക്കുകൊണ്ടാണ്. അബൂലഹബിനെ മക്കന്റെ പുറത്തെവിടെയെങ്കിലും കണ്ടാൽ വിട്ടുകൊടുക്കില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാക്ക് അബൂലഹബിന് ഓർമ്മയുണ്ട്. അബൂലഹബ് പോയില്ല. അബൂലഹബ് വരാതിരുന്നപ്പോൾ അബൂജഹല് കുറച്ച് കുന്തിരിക്കും ഉലുവാനും അതുപോലെ തന്നെ പുകയിപ്പിക്കാനുള്ള സാധനങ്ങളൊക്കെ കൊടുത്തയച്ചിട്ട് പറഞ്ഞു, ഒരു പുതപ്പും കൊടുത്തയച്ചിട്ട് സ്വന്തം ഭാര്യയും കൂട്ടിയിട്ട് ഇതൊക്കെ പുകയിപ്പിച്ചിട്ട് നല്ല സുഖിച്ച് കിടന്നോട്ടെ, ഒരു നേതാവാണത്രേ, ധൈര്യമില്ലാത്ത നേതാവ് എന്ന് അബൂലഹബിനോട് പറഞ്ഞപ്പോൾ അബൂലഹബ് പറഞ്ഞു, എന്നെ ജനങ്ങൾക്കിടയിൽ വഷളാക്കരുത്, ഞാൻ എന്ത് സാമ്പത്തിക സഹായം വേണമെങ്കിലും ചെയ്തു തരാം. അപ്പൊ അബൂലഹബിൽ നിന്ന് ഇഷ്ടം പോലെ സ്വത്ത് അബൂജഹൽ വാങ്ങിയിട്ടുണ്ട്. ഇത്ര ഒട്ടകം വേണം, ഇത്ര ദീനാറ് വേണം, ഇത്ര ദിർഹമ് വേണം, ചെലവ് ഒരുപാടുണ്ട്. അതൊക്കെ അബൂലഹബ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ പോയിട്ടില്ല. അബൂലഹബിന്റെ മുന്നിലാണ് അബൂ റാഫി എന്ന അടിമ പറയുന്നത് മലക്കുകളാണ്. ആ ദേഷ്യം കൊണ്ട് അടിച്ച് താഴെയിട്ടു. അടിമയെ ആക്രമിക്കുന്നത് ഉമ്മുൽ ഫദ്ൽ ബീവി കണ്ടപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് അബൂലഹബിന്റെ മുഖത്തേക്ക് ആഞ്ഞൊരടി കൊടുത്തു. പെണ്ണിൽ നിന്നൊരാണിന് അടി കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ സത്യത്തിൽ 2ാം നമ്പറാണ്. അന്നല്ല ഇന്നും അങ്ങനെയാണ്. അതുകൊണ്ടാണ് ആണുങ്ങൾ നല്ല സ്വഭാവത്തോടെ ജീവിക്കണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ അടിയൊക്കെ കിട്ടും. നല്ല പെരുമാറ്റത്തോടെ പെരുമാറണം. പെണ്ണുങ്ങളോട് പെരുമാറ്റം മോശമാകാൻ പാടില്ല. ഒരൊറ്റ അടി കിട്ടിയപ്പോ അബൂലഹബിനാകെ വഷളായി. അബൂലഹബ് തിരിച്ചൊന്നും പറഞ്ഞില്ല. ആ അടി കിട്ടിയതിന് ശേഷം പിന്നെ അബൂലഹബ് നേരെ വീട്ടിൽ പോയി. അബൂലഹബ് രോഗഗ്രസ്തനായി കിടപ്പിലായി. പിന്നെ അബൂലഹബ് പുറത്തിറങ്ങിയിട്ടില്ല. അബൂലഹബിന്റെ ശരീരത്തിൽ ഒരു പ്രത്യേക രോഗം വന്നു. ചർമ്മഭാഗങ്ങൾ, തൊലിയുടെ ഭാഗങ്ങളൊക്കെ പുറത്തേക്ക് ഇങ്ങനെ പിളർന്നു നിൽക്കുക, അതിലൂടെ ചലവും ചോരയും ഇങ്ങനെ ഒലിച്ചു വരിക, ഒരു പ്രത്യേക തരം മണക്കുന്ന ദുർഗന്ധം വമിക്കുന്ന രോഗം വന്നു. സുബ്ഹാനല്ലാഹ്, ഒരൊറ്റ മകനും ഒരൊറ്റ മകളും അബൂലഹബിനെ കൊണ്ടുപോയി ട്രീറ്റ്മെന്റ് ചെയ്തില്ല. ഇഷ്ടം പോലെ സമ്പത്തില്ലേ, അല്ലാഹു അല്ലേ പറഞ്ഞത്, മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ. സമ്പത്ത് എത്ര ഉണ്ടായാലും മുത്തുനബി തങ്ങളെ എതിർത്ത ആളല്ലേ. നേതാക്കൾക്കിടയിൽ വെച്ചല്ലേ എതിർപ്പിന്റെ ഭാഷ പറഞ്ഞത്, തരം താഴ്ന്ന ഭാഷയിലല്ലേ എതിർത്തത്, മാന്യത പൂർണ്ണമായും ഇല്ലാത്ത രൂപത്തിലല്ലേ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ സമ്പത്ത് ഉപകരിക്കില്ല.
അബൂലഹബിനെ ട്രീറ്റ്മെന്റ് ചെയ്യാൻ കുടുംബം വിസമ്മതിച്ചപ്പോ നേതാക്കൾ വന്നിട്ട് പറഞ്ഞു, നമ്മുടെ നേതാക്കളിൽ ഒരാളാണ് മക്കളെ ഇങ്ങനെ ചെയ്യരുത്, അതുകൊണ്ട് ട്രീറ്റൊക്കെ നാറ്റും ദുർഗന്ധം കൊണ്ട് അടിച്ചു വീശിയിട്ട് താമസിക്കാൻ പറ്റാത്ത രൂപത്തിലായി. അയൽക്കാരൊക്കെ പറഞ്ഞു. ആ ഇടക്ക് അബൂലഹബ് മരണപ്പെട്ടു. റൂമിലായിട്ട് മരണപ്പെട്ട് 3-ാം ദിവസം 4-ാം ദിവസമൊക്കെയാണ് ഇവർ തുറന്നു നോക്കുമ്പോൾ അബൂലഹബിൻ്റെ ശരീരം ഇങ്ങനെ ചീഞ്ഞൊലിച്ച രൂപത്തിൽ കിടക്കുന്നത്. എന്നിട്ടൊരു സാധാരണ ഒരു മനുഷ്യൻ മരിച്ചാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആ മനുഷ്യനെ കുളിപ്പിച്ച് കഫൻ ചെയ്ത് ഒരു കുഴിയെടുത്ത് ആ കുഴിയിലേക്ക് മറവ് ചെയ്യണം. ഇപ്പം നമ്മളെ നാട്ടിലൊരു പരിചയമില്ലാത്ത ഒരാൾ ഒന്ന് മരിച്ചാലും മുസ്ലിങ്ങൾക്ക് ഇസ്ലാമിൻ്റെ ഒരു നിർദ്ദേശമല്ലേ, ആ മനുഷ്യനെ ഓവുചാലിലേക്ക് വലിച്ചെറിയാൻ പറ്റൂല. ആ മനുഷ്യനെ ഒരു മനുഷ്യൻ എന്ന പരിഗണനയും ബഹുമാനവും കൊടുത്ത് കുളിപ്പിക്കണം. അയാൾ ഏതാ മതം തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നിസ്കരിക്കണ്ട, കഫൻ ചെയ്യണം, കുഴിയെടുക്കണം, എന്നിട്ട് ആ കുഴിയിലേക്ക് വെച്ച് മൂടണം. അങ്ങനല്ലേ നിയമം? ഇതുപോലും അബൂലഹബിന് സ്വന്തം മക്കൾ ചെയ്തിട്ടില്ല. അതിൻ്റെ ഒക്കെ കാരണം നേരത്തെ പറഞ്ഞതാണ്, തബ്ബല്ലക് അലിഹാദാ ദഅൗതനാ. വിമർശിക്കുമ്പോൾ നോക്കണം, വിമർശകർ രക്ഷപ്പെടൂല, ബിദഅത്തുകാർ രക്ഷപ്പെടൂല. ബിദഅത്തുകാർക്ക് ഏറ്റവും എതിർപ്പുള്ളത് ലോകത്ത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാണ്. എന്താണ് അള്ളാഹുവിൻ്റെ റസൂൽ അവർ ചെയ്തത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാണ് അവർക്ക് എതിർപ്പ്, സ്വലാത്തിനോടാണ് അവർക്ക് എതിർപ്പ്, മദ്ഹിനോടാണ് എതിർപ്പ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ആ എതിർപ്പുള്ളവർ രക്ഷപ്പെട്ടു പോകൂല. അബൂലഹബിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടല്ലേ എതിർപ്പുണ്ടായത്? ആ അബൂലഹബ് സുബ്ഹാനല്ലാഹ് ഇങ്ങനെ റൂമിൻ്റെ ഉള്ളിൽ വാസനിച്ച് കിടക്കുമ്പോ ഒരു കൂലിക്കാരനെ വിളിച്ചിട്ട് മക്കൾ പറഞ്ഞു, ഏതെങ്കിലും ഒരു ഭാഗത്ത് കൊണ്ടുപോയി ബാപ്പയെ നിങ്ങളൊന്ന് മറവ് ചെയ്യണം. ഒരു പലകയിലാക്കിയിട്ട് ആ മനുഷ്യൻ തലയിലേറ്റിക്കൊണ്ടുപോയി പൊളിഞ്ഞു വീറാറായ ഒരു മതിലിൻ്റെ നേരെ താഴ്ഭാഗത്ത് വെച്ച് ആ മതിൽ ഈ ശരീരത്തിലേക്ക് അങ്ങ് ഇടിച്ച് തള്ളിവിട്ടു. ഒരു ഖബർ കുഴിയെടുത്തിട്ട് ആ കുഴിയിലേക്ക് വെച്ചിട്ടില്ല, കഫൻ ചെയ്തിട്ട് ആ ശരീരം മൂടിയിട്ടില്ല. ദുനിയാവിലുള്ള ദാരുണമായൊരവസ്ഥയല്ലേ ഇത്? മറ്റു പലർക്കും സംഭവിച്ചത് ഇങ്ങനെയല്ലല്ലോ. അബൂജഹിലാകട്ടെ, ഉത്തുബയാകട്ടെ, ഷൈബത്താകട്ടെ, അവർക്ക് ബദറിൽ ഒരു കുഴിയല്ലേ എടുത്തത്, അതിനല്ലേ ഖലീബ് ബദർ എന്ന് പറയുന്നത്. അത് വലിയൊരു കുഴിയാണ്, പൊട്ടക്കിണറാണെങ്കിലും വലിയൊരു കുഴിയാണ്. ആ കുഴിയിലേക്കിട്ടല്ലേ അവരെ മൂടിയത്. അതേ സമയത്ത് ഈ ഒരു മനുഷ്യനെ, അബൂലഹബ് എന്ന് പറയുന്നൊരു മനുഷ്യനെ ഒരു കുഴിയെടുത്ത് മറവ് ചെയ്യാതെ പൊളിഞ്ഞു വീയാറായ മതിലിനോട് ചേർത്തി വെച്ച് ആ മതിലാണ് ആ ശരീരത്തിലേക്ക് ഇടിച്ച് തള്ളിയിട്ടത്. സുബ്ഹാനല്ലാഹ്, നാളെ ആഖിറത്തിലോ സയസ്ലാ നാറൻ ദാത ലഹബ്, കത്തിജ്വലിക്കുന്ന നരകത്തിലാണ് അബൂലഹബ് പ്രവേശിക്കുന്നത്. ആ അബൂലഹബ് മരണത്തിന്റെ ശേഷം അബൂലഹബിനെ സ്വപ്നത്തിൽ കണ്ടല്ലോ ബഹുമാനപ്പെട്ട അബ്ബാസ് റളിയല്ലാഹു അൻഹു. അബൂലഹബിനോട് ചോദിച്ചു, എങ്ങനെയുണ്ട് അവസ്ഥ? അബൂലഹബ് പറഞ്ഞു, എല്ലാവരും വിഷമത്തിലാണ്, ബേജാറിലാണ്. പക്ഷേ തിങ്കളാഴ്ച ഒരു സമയം ഈ വിരലുകൾക്ക് ഇടയിലൂടെ ശുദ്ധജലം മിനിക്കപ്പെടുന്നുണ്ട്. സുവൈബത്തുൽ അസ്ലമിയെ ഞാൻ മോചിപ്പിച്ചത് കാരണം. എപ്പോഴാണ് സുവൈബത്തുൽ അസ്ലമിയെ മോചിപ്പിച്ചത്? സുവൈബത്തുൽ അസ്ലമിയെ വന്നിട്ട് അബൂലഹബിനോട് പറഞ്ഞു, നിങ്ങളെ സഹോദരന് ഒരു കുഞ്ഞ് ജനിച്ചിട്ടുണ്ട്. കുഞ്ഞ് ജനിച്ചു എന്ന സന്തോഷം കേട്ടപ്പോ അബൂലഹബിന്റെ സഹോദരനാണ് അബ്ദുല്ലാഹി എന്നവര്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉപ്പ, ഒരു കുട്ടി ജനിച്ചു എന്നുള്ള സന്തോഷം കൊണ്ട് അതേ മോചിപ്പിച്ചു. വൃത്യയായ അടിമയായ അബൂലഹബിന്റെ അടിമയെ സുവൈബത്തുൽ അസ്ലമിയെ മോചിപ്പിച്ചു. ആ ഒരു സന്തോഷം രേഖപ്പെടുത്തിയത് കൊണ്ട് ഒരു തിങ്കളാഴ്ചയല്ല, എല്ലാ തിങ്കളാഴ്ചയും അബൂലഹബിന് 2 വിരലുകൾക്ക് ഇടയിലൂടെ സഹോദരങ്ങളെ സ്വർഗത്തിൽ കിട്ടുന്ന ജലമേതാണ്? സ്വർഗത്തിൽ കിട്ടുന്ന ജലം ഹമീം എന്ന വെള്ളമല്ലേ? സ്വദീദല്ലേ സ്വർഗത്തിൽ നരകത്തിൽ കിട്ടുന്നത് ചീഞ്ചലമല്ലേ? നരകത്തിൽ കിട്ടുന്നത് ചൂടുള്ള ജലമല്ലേ?
ദുർഗന്ധം വമിക്കുന്ന ജലമല്ലേ, കുടിക്കാനത് കഴിയുമോ? ദാഹിക്കുന്നവർക്ക് ഇല്ലല്ലോ. എന്നാലും ദാഹത്തിന്റെ ഊക്കനുസരിച്ച് അവർ കുടിക്കും. ആ ഭയാനകമായ നരകത്തിൽ അബൂലഹബിന് എല്ലാ തിങ്കളാഴ്ചയും ശുദ്ധജലം നൽകപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നാസിറുദ്ദീൻ ദിമഷ്കി റഹ്മത്തുള്ളാഹി അലൈഹി ഓർമ്മപ്പെടുത്തിയതുപോലെ ഇദാ കാന ഹാദാ കാഫിറൻ ജാഅ ദമ്മുഹു വതബ്ബത് യദാഹു ഫിൽ ജഹീമി മുഖല്ലദാ അതാ അന്നഹു യൗമൽ ഇസ്നൈനി ദായിമാ യുഖഫഫു അൻഹു ലി സുറൂരി ബി അഹ്മദാ. അബൂലഹബ് സത്യത്തിൽ അദ്ദേഹം മരണപ്പെട്ടു പോയത് കാഫിറായിട്ടാണ്. വിശുദ്ധ ഖുർആൻ ഇത്രയും വിമർശിച്ച അബൂലഹബിന് തിങ്കളാഴ്ച ഒരു ആശ്വാസ ദിനമാണ്. ലിസ്സുറൂരി ബി അഹ്മദ, അഹ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടൊരു സന്തോഷം കൊണ്ട് അബൂലഹബിന് തിങ്കളാഴ്ച ഇങ്ങനെ കിട്ടിയെങ്കിൽ ഫമല്ലന്നു ബിൽ അബ്ദില്ലദീ തൂലുംദിഹി ബി അഹ്മദ മസ്റൂറൻ വമാത മുവഹിദാ. ജീവിതകാലം മുഴുക്കയും ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സന്തോഷിക്കുകയും യഥാർത്ഥ മുവഹിദായി ജീവിക്കുകയും ചെയ്തൊരു മനുഷ്യനെ പറ്റി നിന്റെ ധാരണ എന്താണ്? നമ്മുടെ സന്തോഷങ്ങളൊക്കെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ആരെ പേരിലാ മുസ്ലിം ലോകം ഏറ്റവും സന്തോഷിക്കുന്നത്? സന്തോഷിക്കേണ്ടതും ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരിലാണ്. സഹോദരങ്ങളെ, ഇത്തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അബൂലഹബിനും ഭയാനകമായ നരകത്തിൽ ഒരു ചെറിയ ആശ്വാസം കിട്ടിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരിലുള്ള സന്തോഷത്തിലാണെങ്കിൽ തങ്ങളെ പേരിൽ സന്തോഷം രേഖപ്പെടുത്തുന്നതിൻ്റെ മാർഗമായിട്ടാണ്. അതേ മദ്ഹ് പാടുന്നതും പറയുന്നതും അതിനുവേണ്ടി ഒരുമിച്ച് കൂടുന്നതും ഭക്ഷണം ഒരുക്കുന്നതും വിതരണം ചെയ്യുന്നതും മറ്റു കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരിലുള്ള സന്തോഷമാണ്. ഞാൻ പറഞ്ഞു വന്നത്, അള്ളാഹുവിൻ്റെ റസൂലിന് അള്ളാഹു നൽകിയ ബഹുമാനം, അള്ളാഹു നൽകിയ സ്ഥാനം ചെറുതല്ല. ഒന്ന് എതിർത്തപ്പോഴേക്ക് മറുപടി പറഞ്ഞു. ആരോടും മുത്തുനബി തങ്ങൾ മറുപടി പറയാറില്ല, പറയുന്നത് അള്ളാഹുവാൻ. രണ്ടാള് തമ്മിൽ സ്നേഹത്തോടെ ജീവിക്കുകയാണെങ്കിൽ, സ്വന്തം കൂട്ടുകാരനെ ഒരാൾ വിമർശിക്കുകയാണെങ്കിൽ ഇയാൾ മറുപടി പറയും. അപ്പം മറ്റാൾ ചോദിക്കും, നിനക്കെന്താ അത്ര ചൂട്? ഞാൻ അയാൾ മറുപടി അള്ളാഹു തരും. എങ്ങനെയാണോ പറഞ്ഞത് കുറച്ചുകൂടി കട്ടിയിലാണെങ്കിൽ കട്ടിയിൽ തന്നെ മറുപടി തരും. സ്വകാര്യമായിട്ടാ പറഞ്ഞത്, പരസ്യമായി അള്ളാഹു തലത് പുറത്തേക്ക് കൊണ്ടുവരും. ആസുബിന് വായിൽ സ്വകാര്യമായിട്ടല്ലേ ഒരാളെ കാതിൽ പറഞ്ഞത്, പക്ഷെ അള്ളാഹു തലത് പുറം ലോകത്തേക്ക് പരസ്യമായില്ലേ? സ്വകാര്യമായിട്ട് എതിർക്കാൻ വിടൂല. കാരണം ഇതൊരു സാധാരണ ആളല്ല, ഇത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ ഹബീബാണ്. അള്ളാഹുവിൻ്റെ ഹബീബിനെ എതിർക്കരുത്, ബഹുമാനിക്കണം.